സാധാരണ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഞാൻ കാരണം സമയം വൈകാറ പതിവ്. ഞാൻ മറ്റുള്ളവരെക്കാട്ടി കുറച്ചൊരു കൂടുതൽ സമയം എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. ഒന്നും മാനം ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട അവസ്ഥ. ഇനി ഞാൻ കാരണം താമസിക്കേണ്ട വിചാരിച്ചിട്ട് ഇതിപ്പോൾ തന്നെ എൻ്റെ എല്ലാ പരിപാടിയും ഞാൻ തീർത്തു വെച്ചു. ഇനിയിപ്പോൾ കുളിക്കാൻ കയറാൻ താമസിക്കല്ലോ വിചാരിച്ചിട്ട് കുളിച്ചോ ഇല്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് ഉമ്മച്ചി നിന്ന് താമസിച്ചിറങ്ങി. ഈ സ്ഥാനത്ത് ഞാൻ ഒരുങ്ങാൻ താമസിക്കാനുള്ള കാര്യം പറയണ്ടല്ലോ. അവർക്ക് പിന്നെ നമ്മളെ പോലെ അല്ല, വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ അതിന്റെ ചായ പിടിക്കുന്ന സമയം കൊണ്ട് ഉമ്മച്ചി വീട്ടിലെ എല്ലാ പണിയും തീർക്കും. ഇതൊക്കെ അറിയെങ്കിലും ഞാൻ ഒരു ഫ്ലോയിൽ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കുരിപ്പിനെ എന്നെ ഏൽപ്പിച്ചിട്ട് ഉമ്മച്ചി നേരെ ഡോക്ടറെ കാണാൻ. കുരിപ്പ് ഡോക്ടറിന്റെ അടുത്ത് കയറില്ല, പേടിയാ. ഒരാളെങ്കിലും പേടിയുണ്ടല്ലോ. തിരിച്ചു പറഞ്ഞു വഴിക്ക് എനിക്ക് ബോംബെ പോകുമ്പോൾ അച്ചാറിട്ട് തരാമെന്ന് പറഞ്ഞ് മാങ്ങ മേടിക്കാൻ കയറിയത്. ഒരു ലോഡ് സാധനമായിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. എനിക്ക് വലിയ പുതുമയുള്ള കാര്യമൊന്നും അല്ല. കാലം കുറേ ആയാലും ഉമ്മച്ചിനെ കാണാൻ തുടങ്ങി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ആദ്യം തന്നെ നേരെ നഖം വെട്ടാൻ കുറെ ദിവസമായി നഖം വെട്ടണമെന്ന് വിചാരിച്ച് നടക്കണം. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കയറി. ഇന്ന് വെച്ചായിട്ട് ഒന്നുകൂടി കോതമംഗലം വരെ പോകണം. ഈ പരിപാടി ഇപ്പം തീർത്ത് വെച്ചില്ലെങ്കിൽ നടക്കൂല. അങ്ങനെ നഖമൊക്കെ വെട്ടി കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് ഡ്രസ്സ് മാറി ഫുഡ് കഴിച്ചു. രാവിലെ ആശുപത്രി പോയപ്പോൾ ഉമ്മച്ചിക്ക് പുറത്തുനിന്ന് മരുന്ന് മേടിക്കാൻ എടുത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറുമ്പ് ഒട്ടുമില്ലാത്തൊരു ബേബി. കുറിപ്പ് കഴിഞ്ഞ ദിവസം ഉമ്മച്ചിയുടെ കണ്ണാടി എടുത്തുനിന്നിരുന്നു. അതിന്റെ ചില്ല് ഇളകി വന്നേക്കോ, അതും ശരിയാക്കണമായിരുന്നു. രാവിലെ ഒടുക്കത്തെ വെയിലാണ്ടതൊന്നും ചെയ്യാൻ പോയി. ഇവിടെ കൊച്ചുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോയി ആ പരിപാടിയൊക്കെ തീർത്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മച്ചി അച്ചാറിനുള്ള മാങ്ങയൊക്കെ അരിഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു ചായ ഉണ്ടായി കുടിക്കാൻ വിചാരിച്ച് പോയപ്പോൾ പാല് തീർന്നു. ഞാൻ നേരെ കടയിൽ പോയി ഒരു പാക്കറ്റ് പാലൊക്കെ മേടിച്ചിട്ട് വന്ന് ചായ ഉണ്ടായി കുടിച്ചു. ഇന്ന് രാത്രി ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ആളെ അതിന്റെ തിരക്കില്ല. ഉമ്മച്ചിയാണ് എനിക്ക് കൊണ്ടുപോകാനുള്ള അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അടുക്കള ഫുൾ ബിസിയാണ്. ഇതിന്റെ ഇടയ്ക്ക് കടയിൽ പോയപ്പോൾ ATM നിന്ന് പൈസ എടുക്കാൻ മറന്നു. അങ്ങനെ ATM പോയി പൈസ എടുത്തിട്ട് വന്നപ്പോഴത്തേനും ഫുഡ് റെഡി. ചിക്കൻ നൂഡിൽസ് മാത്രമല്ല, ഉമ്മച്ചി ഉച്ചയ്ക്ക് വെച്ച തേങ്ങാച്ചോറ് ബാക്കിയിരിക്കണ്ടായിരുന്നു. കളിയുടെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ.